ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് കോട്ടണിൽ തന്നെ ഇതുപോലെ ഒരു ബോർഡർ വരുന്ന ടൈപ്പായിട്ടോ നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇതുപോലെ ഇത് നമ്മൾ ഷർട്ട് കോളർ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ട്, അതായത് ഈ ഒരു ബോർഡർ തന്നെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതാ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. കുറച്ച് മെറ്റീരിയൽ കുറച്ച് തിന്നാണ്, പക്ഷെ അത്യാവശ്യം ഈ ബോർഡർ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവും ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്ത് ലൈനിങ്, ഹാഫ് ലൈനിങ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഫുൾ ലൈനിങ്, കോട്ടൺ ലൈനിങ് വേണമെങ്കിലും ഇട്ട് തരാം. ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും മെറ്റീരിയൽസിന് ഒരു ഡാമേജോ കാര്യങ്ങളോ വരില്ല. പക്ഷെ നമ്മളിപ്പോൾ സ്ലിറ്റ് പോർഷനിൽ ഞാൻ എപ്പം പറയണ പോലെ വീഡിയോസിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ മാത്രം ഡാമേജ് വരും. അപ്പോൾ അത് മാത്രം ഒന്ന് കെയർ ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്താൽ മതി. അഴിക്കുമ്പോൾ ഇവിടെ പിടിച്ചിട്ട് ബാക്കി ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇതുപോലെ മെറ്റീരിയൽസ് വേറെ ചുരുങ്ങോ ഒന്നും ഉണ്ടാവില്ല പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഹാഫ് ലൈനിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഫുൾ ലൈനിങ്ങും ചെയ്യാം. ഇതിന്റെ പ്രിന്റ് വന്നേക്കുന്നത് ഇതേപോലെയാണ്, കണ്ടോ. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലോട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റാണ് വന്നേക്കുന്നത്. ബോർഡർ വന്നിട്ട് ഇതേപോലെ ആ ഒരു ഹക്കോബയുടെ ഒരു ബോർഡർ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വന്നേക്കുന്നത്. നമ്മൾ ചെയ്തേക്കുന്നതല്ല, അതിനകത്ത് തന്നെ സെൽഫായിട്ട് വന്നേക്കുന്ന. സ്ലീവിലോട്ടും ആ ബോർഡർ കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡും ഇതേപോലെ ഉണ്ട്. അപ്പം ഇത് തന്നെ ഈ ഒരു കുറച്ചും കൂടെ ആ ബോർഡറിൽ ഒരു റെഡ് ഷെയ്ഡ് വരുന്നതുണ്ട്. ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. അത് നിങ്ങൾക്ക് സെയിം ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട്, അത് ഞാൻ ജസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുപോലെ തന്നെ ഈ ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് ഈ ഫാബ്രിക് വെച്ചിട്ട് ഇതേപോലെ തന്നെ സെയിം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷർട്ട് കോളർ പാറ്റേണിലോട്ട് ഇതേപോലെ ചെയ്യാം. ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ബോർഡറിൽ ചെറിയൊരു റെഡിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും കൂടെ വരുന്നുണ്ട്. അത്ര ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ അത് സ്ലീവിലോട്ടും ഈ ഒരു ബോർഡർ വരും. ദാ ഇതുപോലെയാണ് ആ ബോർഡർ വരുന്നത്, റെഡ് ലൈൻസ് ഉള്ള ഇതുപോലെ. അതിന്റെ പ്രിന്റ് വന്നേക്കുന്ന ഇതുപോലെയാണ് കേട്ടോ. ഇതിന്റെ രണ്ടിന്റെ പ്രിന്റിന്റെ ഡിഫറൻസ് ഇതാണ്. കുറച്ചും കൂടെ ജെറ്റ് ബ്ലാക്ക് ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ വേറെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്തതാണ്, ഇപ്പൊ റീസ്റ്റോക്ക് വന്നേക്കുന്നതാണ് കുറച്ച് മെറ്റീരിയൽസ്. അപ്പം ലെങ്ത് 47, 48 വരുന്നുണ്ട്. വിത്ത് ലൈനിങ് വേണമെങ്കിലും പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. പിന്നെ നെക്ക് വേണമെങ്കിൽ ഷർട്ട് കോളർ വേണ്ടാന്നുള്ളവർക്ക് വി കോളറോ റൗണ്ട് നെക്കോ ബോട്ട് നെക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരാം. ഞാൻ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് ആയിട്ടുള്ള ഫോട്ടോ ഇട്ടുതരാം. പിന്നെ ഞാൻ ഇത് വേറൊരു പാറ്റേൺ ചെയ്തായിരുന്നു. ഈ ഒരു ബോർഡർ നെക്കിലോട്ട് ബോർഡർ ആയിട്ട് വന്നിട്ട് ഇവിടെ ബോർഡർ വന്നിട്ട് ബാക്കും ബോർഡർ വെച്ചിട്ടൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഞാൻ അത് ആ വീഡിയോയും കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിടാം. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ ഏത് പാറ്റേണാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു. വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്കില് ഹക്കോബയുടെ ബോർഡർ വരുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ല രസമാട്ടോ ഇത് കാണാനായിട്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഒരു ബോട്ട് നെക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് നെക്ക് പോർഷനിൽ ഇതേപോലെ ഈ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് സ്ലീവിന്റെ എൻഡിലോട്ടും നമ്മൾ ഈ ഒരു ഹക്കോബയുടെ ബോർഡർ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാട്ടോ കാണാനായിട്ട്. അപ്പം ഇത് കുറച്ച് തിക്നെസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിത്ത് ലൈനിങ് ചെയ്യണമെങ്കിൽ സ്പെഷ്യലി പറഞ്ഞാൽ മതി. ഇതിപ്പോ നമ്മൾ ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലിറ്റ് വരേക്കും നമ്മൾ ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇതിങ്ങനെ പിടിച്ചു വലിക്കുമ്പോഴൊക്കെ ഡാമേജ് വരുന്നത്. അതുകൊണ്ടാണ്. കാരണം ഇത്രയും കോസ്റ്റ് ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അങ്ങനെ ആ ഭാഗം മാത്രമേ നമുക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉള്ളൂ അവർ ചെയ്യുമ്പോൾ. അപ്പം ഇതാണ് നെക്ക് വരുന്നത്. നല്ല അടിപൊളിയാട്ടോ. ഇതുപോലെ നെക്കിലോട്ട് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ട് ഉള്ളിൽ ലൈനിങ് ഇത്രയും പോർഷനിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തേക്കുന്ന. സ്ലീവും ഇതേപോലെ ഉണ്ട്. 47, 48 ലെങ്ത് വരുന്നുണ്ട്. ആ ഡിസൈൻ വരുന്ന ചെറിയൊരു വൈറ്റിന്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നതുണ്ടോ, ഇതുപോലെ ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ഈ ഒരു പ്രിന്റ് ഇതേപോലെ വരും. ഇതും എല്ലാം പ്യുവർ ഹാൻഡ് ബ്ലോക്സ് ആണ് കേട്ടോ. ഇതുകൊണ്ട് തന്നെയാണ് ഇതിന് മെറ്റീരിയൽസിനൊക്കെ നമുക്ക് കോസ്റ്റ് വരുന്നത്. ഇതിലെ പ്രിന്റ് എല്ലാം വന്നേക്കുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ്. അപ്പം ഇത് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. അപ്പം വിത്തൗട്ട് ബാക്ക് ബോർഡർ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം ബാക്കിലോട്ടും ബോർഡർ വരും, നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടുന്നുണ്ട്. ആ സമയം ബാക്ക് പ്ലെയിൻ ആയിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ബാക്കിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ബാക്കിൽ വേറെയും ഇതേപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇത്രയും പോർഷനിൽ ട്രാൻസ്പെറന്റ് അല്ല, ബാക്ക് ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ കൊടുത്തേക്കുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെയാണ്. പിന്നെ അടുത്തത് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഫുൾ ലൈനിങ് ആ കൊടുത്തേക്കുന്നത്. സ്ലീവിലോട്ടും ഇതേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവിലോട്ടും എൻഡിലോട്ടും ഇതേപോലെ ബോർഡർ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇത് ബോട്ട് നെക്ക് വിത്ത് ചെറിയൊരു ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ബോട്ട് നെക്ക് വെച്ചിട്ട് ചെറിയൊരു ഇതുപോലെ അജ്രക്കിന്റെ ഒരു പാച്ച് കൊടുത്തിട്ട് ബോർഡർ താഴോട്ട് ഇതേപോലെ നല്ല വീതിയിലുള്ള ബോർഡറും സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സ്ലീവിന്റെ എൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതേപോലെ ആ ഒരു ബോർഡർ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് ആണ്. വിത്ത് ലൈനിങ് ചെയ്യണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. അപ്പം ഇത് വിത്ത് ലൈനിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് 2250 പ്ലസ് ഷിപ്പിംഗ് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്.